ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം വാഹനമോടിച്ച് നിയമ നടപടി നേരിട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ കോട്ടയം ജില്ലയിൽ ഉള്ളവരെന്ന് കണക്കുകൾ. സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ജനുവരി മുതൽ 2025 മാർച്ച് 14 വരെ കോട്ടയത്ത് നിന്ന് 4489 പേർ നിയമ നടപടിക്ക് വിധേയരായി. ആലപ്പുഴയിൽ 3258 പേർ നിയമ നടപടിക്ക് വിധേയരായി. 2682 പേരുമായി എറണാകുളം റൂറലും 2503 പേരുമായി പത്തനംതിട്ടയും 2264 പേരുമായി കൊല്ലം സിറ്റിയും തൊട്ടു പിന്നാലെയുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ കണക്കുകൾ? അരുൺ, ഉന്മേഷ, സംസ്ഥാനത്തെ ഈ വാഹനം ഓടിക്കുന്നവരിൽ, അത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണത്തിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2024-ലും 2025-ലും കോട്ടയത്തുകാരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനമോട്ടിച്ച് പിടിക്കപ്പെട്ടവരിൽ കൂടുതൽ എന്നുള്ളതാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 14 വരെ കോട്ടയത്ത് നിന്ന് മാത്രം 4484 പേരാണ് ലഹരി വസ്തുക്കൾ, അത് മദ്യമോ മയക്കുമരുന്നോ അടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടിട്ടുള്ളത്. 2ാം സ്ഥാനം ആലപ്പുഴ ജില്ലയ്ക്കാണ്. 3ാം സ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറലും പത്തനംതിട്ട ജില്ലയും തൊട്ട് പിന്നിലായി ഉണ്ട് എന്നുള്ളതാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളം സിറ്റിയിൽ ആണ് ഏറ്റവും കുറച്ച് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ്, അത് 432 പേർ മാത്രമാണ്. അത് ഏറ്റവും കുറവ് പാലക്കാട് ജില്ലയിലാണ്, 241. കണ്ണൂർ സിറ്റിയിൽ 273 വയനാട് 363 പേരും ഇത്തരത്തിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024-ലും കോട്ടയത്തിന്റെ സ്ഥിതി മറ്റൊന്നല്ല എന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നുണ്ട്. 2024-ൽ കോട്ടയത്ത് 15,802 പേരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലടക്കം പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞിട്ടും ഈ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണവും ഓരോ വർഷവും കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകളിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.